ഹലോ, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മക്കാനയാണ്. നമ്മുടെ ലോട്ടസ് സീഡ് ഉണ്ടല്ലോ, ഇത് വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് നല്ലൊരു ഹെൽത്തിനും ഒക്കെ നല്ലൊരു അടിപൊളി ഒരു ഐറ്റമാണ്. സ്മൂത്തി ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, വെറുതെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ മക്കാനയാണ്. ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കണം. നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റാക്കി കഴിഞ്ഞ് നമുക്കിതൊന്ന് എടുത്ത് നോക്കുമ്പോൾ ഒന്ന് പൊട്ടി വരണം. എന്നാൽ മാത്രമേ നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കാനുള്ളതാണ്. ഇത് വളരെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കാണെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ചുമ്മാ റോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ഹണിയൊക്കെ സ്പ്രെഡ് ചെയ്തോ ബട്ടറിലൊക്കെ സ്പ്രെഡൊക്കെ ചെയ്ത് നമുക്ക് അത് വെറുതെ കഴിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഇത് ഉപയോഗിച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ മക്കാന എന്ന് പറയുന്നത്. വളരെ ഒരുപാട് ചിലവൊന്നുമില്ലാത്ത വളരെ ചീപ്പായിട്ട് ഒരു പ്രൈസിലൊക്കെ കിട്ടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ലോണം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കാണിച്ചതുപോലെ ഒന്ന് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടി വരണം. ഈ രീതിയിൽ നമുക്കൊന്ന് പൊട്ടിച്ച് വരണം. അതുപോലെ തന്നെ ആ പാനിലേക്ക് ഞാൻ കുറച്ച് അവലും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവലാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൽ ഉള്ളത് അതും കൂടെ ആഡ് ചെയ്താൽ മതി. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് നട്ട്സ് വറുത്തെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ബദാമും കാഷ്നട്ടും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാൻ വേറൊരു പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര പാനിയാക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ശർക്കര പൊടിയായിട്ട് ഉള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. മധുരം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലോണം നമ്മുടെ ഈ ശർക്കര പാനി ഒന്ന് അലുത്ത് വറ്റി വരണം. ആ സമയം കൊണ്ട് നമ്മുടെ ആ ഒരു അവലും മക്കാനയും നട്ട്സൊക്കെ ഉണ്ടല്ലോ, അത് നല്ലോണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സ് ഒക്കെ അടിക്കാൻ പാകത്തിന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ അത് പൊടിച്ചിട്ടുണ്ട്. നമ്മുടെ പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാനി ഒന്ന് തെളിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് തേങ്ങയാണ്, ചെറിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അതിനുശേഷം നമ്മുടെ ആ ഒരു പൊടിയുണ്ട്. പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കുറച്ച് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ? പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈവനിങ് നമുക്ക് സ്നാക്സ് ആയിട്ടും പിള്ളേർക്കൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ നമുക്കിതൊന്ന് റോളൊക്കെ ചെയ്ത് എടുത്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ട കൊച്ചിന് കൊള്ളാവാ?